കറുപ്പുമുളുപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മെയ് മാസം എന്ന് പറയുന്നത് ലോക തൊഴിലാളി സമൂഹത്തിലാകെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് മെയ് മാസം. മെയ് 1 ലോക തൊഴിലാളി ദിനമായിട്ട് ആചരിക്കുന്നത്. തൊഴിലാളികളുടെ അവകാശത്തിനും അടിച്ചമർത്തലുകൾക്കെതിരെയും വേണ്ടി എല്ലാ പേരും ഘോരഘോരം പ്രസംഗിക്കുന്ന ഒരു മാസമാണ് മെയ് മാസം 1. 2025 മെയ് മാസവും ചരിത്രത്തിൽ കുറിക്കപ്പെടും. പക്ഷെ അത് മെയ് 1 പേരിലല്ല, മെയ് 5 പേരിലാണ്. ആദ്യമായിട്ട് ഇടത് സർക്കാർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും നീണ്ട സമരം എന്നുള്ള ഒരു ചരിത്രം അന്ന് കുറിക്കപ്പെടുകയാണ്. 85 ദിവസം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ രാപ്പകൽ സമരം നടത്തിയതിനു ശേഷം, സത്യാഗ്രഹം നടത്തി 35 ദിവസം നിരാഹാര സമരവും നടത്തിയതിനു ശേഷമാണ് ആശമാര് അവരുടെ എല്ലാ നിയന്ത്രണവും വിട്ടിട്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ തിരികെ യാത്ര ചെയ്യാൻ അവർ തീരുമാനിച്ചത്. നമുക്കറിയാം, കേരളം പല യാത്രകളും കണ്ടിട്ടുണ്ട്. കാസർഗോഡ് തൊട്ട് പാറശാല വരെയുള്ള ഒരുപാട് യാത്രകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും സ്ഥാനാരോഹണത്തോടനുബന്ധിച്ചും ചില വിഷയങ്ങൾ അനുബന്ധിച്ചും ഇലക്ഷൻ അനുബന്ധിച്ചും എല്ലാവരും കാസർഗോഡ് തൊട്ട് കണ്ണൂർ വരെയുള്ള ഒരു യാത്ര നടന്നിട്ടുണ്ട്. പക്ഷെ സ്ത്രീകൾ ഇറങ്ങി നടത്തുന്ന ഒരു യാത്ര, സ്ത്രീകളുടെ ഒരു യാത്ര കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇന്ന് 5 തീയതി രാവിലെ 11 മണിക്ക് ഡോക്ടർ ആസാദ് എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകൻ ഈ സമരം കാസർഗോഡ് നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു. ശ്രീ MA ബിന്ദു, ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി MA ബിന്ദുവാണ് ഈ യാത്ര നയിക്കുന്നത്. ശ്രീ S മിനി ഇതിന്റെ ക്യാപ്റ്റനായിട്ട് കൂടെയുണ്ട്. ഇപ്പോൾ ഇത്രയും ദിവസം നടന്ന സമരം വെറും 700 രൂപ ദിവസ വേതനത്തിന് വേണ്ടി നമ്മുടെ സഹോദരിമാരും അമ്മമാരും നടത്തുന്ന സമരമാണ്. വെറും 700 രൂപ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ടാണോ? അല്ല. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ കേരളത്തിന്റെ പദാവലിയിൽ സംഭാവന ചെയ്ത ഒരു വാക്കുണ്ട്, കരിങ്കാലി. തൊഴിലാളി സമരങ്ങൾക്ക് പാര വയ്ക്കുന്നവരെ അവർ സ്ഥിരമായിട്ട് ഉപയോഗിച്ചൊരു വാക്കാണ് കരിങ്കാലിപ്പണി. ഈ കരിങ്കാലിപ്പണി അതിൻ്റെ എല്ലാ അർത്ഥത്തിലും മൂർത്തമായ രീതിയിൽ, നമ്മുടെ ഗോവിന്ദൻ മാഷിന്റെ ഭാഷയിൽ പറഞ്ഞ മൂർത്തമായ രീതിയിൽ കരിങ്കാലിപ്പണി നമ്മൾ കാണുന്നത് ഈ സമരത്തിലാണ്. ഈ സമരത്തില് ഭൂരിപക്ഷം വരുന്ന ആശാ വർക്കർമാരും ഇവരൊക്കെ റിക്രൂട്ട് ചെയ്ത രീതിയൊന്നും ഞാൻ പറയുന്നില്ല, അതിന്റെ മെറ്റിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല. അത് ഈ സംവിധാനത്തിന്റെ മിസ്റ്റേക്കാണ്. എന്തായാലും അവരെ റിക്രൂട്ട് ചെയ്തു. അവര് ജീവൻ പണയം വെച്ചിട്ട് അവർ ജീവൻ പണയം വെച്ചിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. അവരുടെ ജീവൻ ഏത് സമയത്ത് അപകടകരമാകാവുന്ന രീതിയിൽ പോലും അവർ പണി ചെയ്തു. എന്നിട്ടും അവർ ചോദിക്കുന്നത് ദിവസം 233 രൂപയിൽ നിന്ന് അത് 700 രൂപയാക്കി മാറ്റണമെന്നാണ്. ഈ സമരത്തിനെ ഏതെല്ലാം രീതിയിൽ പാരവയ്ക്കാമോ, ഏതെല്ലാം രീതിയിൽ ഇതിനെ തോപ്പിക്കാമോ, ഇതിനെതിരായിട്ട് എന്തെല്ലാം വ്യാജ പ്രചരണങ്ങൾ നടത്താമോ അതെല്ലാം ഇടത് യൂണിയനുകളെല്ലാം ചെയ്തു. ഇത് തന്നെയാണ് കരിങ്കാലിപ്പണി. അതിന്റെ ഡെഫിനിഷൻ പൂർണ്ണമായിട്ട് വന്നത് ഇപ്പോഴാണ്. ആശാ സമരത്തിനെതിരെ ഇടത് ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന ഒരു കരിങ്കാലിപ്പണിയുണ്ട്. അത് വളരെ നികൃഷ്ടമായ രീതിയിലാണ്. ഈ സ്ത്രീകളെ ഏറ്റവും മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അവർ പരിഹസിക്കുന്നത്. ആ അപഹാസ്യകരമായ ആ വിമർശനങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് എന്നാലും ഞങ്ങൾ തോക്കില്ല എന്ന് പറഞ്ഞിട്ട് അവര് കാസർഗോഡ് നിന്നുള്ള യാത്ര ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ കേരളത്തിന് കൊടുത്തൊരു മുദ്രാവാക്യമുണ്ട്, നഷ്ടപ്പെടുവാൻ കൈവിലങ്ങുകൾ മാത്രം, കിട്ടാനുണ്ടൊരു ലോകം. അപ്പോൾ ഈ ആശമാർക്ക്, ഈ സഹോദരിമാർക്ക് നഷ്ടപ്പെടാൻ ദിവസം 233 രൂപ വേതനം മാത്രമേ ഉള്ളൂ. കിട്ടാൻ അവർക്ക് സുരക്ഷിതമായ ഒരു ജോലി വ്യവസ്ഥയാണ് അവർ ആവശ്യപ്പെടുന്നത്, വേറൊന്നും ആവശ്യപ്പെടുന്നില്ല. അതും വെറും 700 രൂപ. ഇനി തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെ പറ്റി പറയുമ്പോഴത്തേക്ക്, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ മുന്നണിയുടെ വാഗ്ദാനമായിരുന്നു അവർ അധികാരത്തിൽ വരികയാണെങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അനുവദിക്കും. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എടുത്തുകളഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഇന്ത്യയിൽ ആകമാനം ഒരേ സമയത്താണ് എടുത്തുകളഞ്ഞത്. അത് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടാണ് തൊഴിലാളികളെ ഏകോപിപ്പിച്ച് അധികാരത്തിൽ വന്നത്. ഈ 2 ടേം ഭരിച്ചിട്ട് 3ാമത്തെ ടേമിന് പായി നീട്ടിയിരുന്നിട്ടും സ്റ്റാറ്റ്യൂട്ടറി പെൻഷനെ പറ്റി ഇപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല. പകരം 5 വർഷം കൂടുമ്പോഴത്തേക്ക് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ശമ്പള കമ്മീഷൻ വെച്ച് ശമ്പളം ഇരട്ടിയാക്കി നൽകുന്നുണ്ട്. പൈസ കയ്യിൽ കൊടുക്കുന്നില്ല, അത് PF-ലോട്ട് ലയിപ്പിക്കുകയാണ്. അടുത്ത് എപ്പോഴെങ്കിലും വരുന്ന സർക്കാരുകൾ കൊടുത്തോട്ടെ എന്ന്, എന്നെങ്കിലും ഇതിനൊരു അവസാനം ഉണ്ടാവുമല്ലോ, അപ്പോൾ വരുന്ന സർക്കാർ ഇത് കൊടുത്തോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ കുടിശ്ശികയെല്ലാം
നമ്മുടെ കുടിശ്ശികയാക്കി ഇതെല്ലാം PF ലയിപ്പിച്ച് അവിടെ ഇട്ടേക്കാണ്. കാര്യം ഇവർക്ക് ഇത് ഒരിക്കലും കിട്ടത്തില്ല. ഇപ്പോൾ തന്നെ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം 25,000-ഓളം കോടി രൂപയാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഗവൺമെന്റിൽ നിന്നും അവരുടെ കുടിശ്ശികയായിട്ട് കിട്ടാറുള്ളത്. ഈ പൈസ എവിടുന്ന് കണ്ടുപിടിക്കുമെന്ന് സർക്കാരിന് അറിയത്തില്ല. അതിന്റെ കൂടെയാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് വരുന്നത്. പക്ഷേ അടുത്തും ഇലക്ഷന് തൊട്ട് മുമ്പ് വീണ്ടും ശമ്പള കമ്മീഷൻ വരും. ഉദ്യോഗസ്ഥന്മാരും ശമ്പളമെല്ലാം ഇരട്ടിയാവും. ആശമാർ അപ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് ജൂൺ 17-നാണ് അവരുടെ സമ്മേളനം തിരുവനന്തപുരത്ത് എത്തുന്നത്. അതിന് മുമ്പ് തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ശമ്പള കമ്മീഷൻ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.